ഹലോ ഗൈസ്, അഗ്നിപരീക്ഷയുടെ അടുത്തൊരു എപ്പിസോഡും കൂടെ വന്നിരിക്കുന്നു. ഇന്നത്തെ എലിമിനേഷൻ റൗണ്ടിൽ 4 പേര് ഇന്നും ഔട്ടായിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പം 12 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 16 പേരുണ്ടായിരുന്നതിൽ നിന്ന് 12 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇന്ന് ഗസ്റ്റായിട്ട് വന്നത് നാദ്രയും സെറീനയുമായിരുന്നു. ബിഗ് ബോസ് സീസൺ 5-ലെ അവർക്കും കുറച്ച് പവർ ഉണ്ടായിരുന്നു, ജഡ്ജ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാളെ സേവ് ചെയ്യാനും ഒരാളെ ഔട്ടാക്കാനുമായിട്ടുള്ളൊരു പവർ ഉണ്ടായിരുന്നു. അതവർ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. അതെനിക്ക് തോന്നുന്നത് സാന്ദർഭികമായി അങ്ങനെ ചെയ്താന്ന് തോന്നുന്നു. കാരണം ജയിച്ച ഒരു ടീമിനകത്ത് വന്ന അമൃതയെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ ഒരു പവർ അന്നേരം കൊടുത്താണെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ സത്യവും. കാരണം ഇവർ ജയിച്ച ടീമിലായിരുന്നു അമൃത. അപ്പം ജയിച്ച ടീമിൽ നിന്ന് ഒരാളെ ഔട്ടാക്കാന്ന് പറഞ്ഞാൽ ഇതുവരെ ഫോളോ ചെയ്ത് വന്നതുപോലെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരാളെ സേവ് ആക്കി ഒരാളെ ഔട്ടുമാക്കി. ഇന്നത്തെ കാര്യങ്ങളിൽ ഇവർ പറഞ്ഞത് ഓരോരുത്തരും പറയുന്നുണ്ട്, ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ ഔട്ടായി എന്നുള്ളത് പറയുന്നുണ്ട്. വിശാഖ് പറയുന്നുണ്ട്, വിശാഖ് കോൺഫിഡൻ്റ് ആയിരുന്നു, തുടക്കം മുതൽ തൻ്റെ 100% കൊടുത്തെന്ന് പറയുന്നുണ്ട്. ടാസ്കിൽ മികച്ച രീതിയിൽ കളിച്ചെന്ന് പറഞ്ഞു. പക്ഷേ ജഡ്ജസിൻ്റെ ഒബ്സർവേഷനിൽ കുറച്ച് വ്യത്യസ്തമായിട്ടായിരുന്നു കാര്യങ്ങൾ. ടാസ്കിൽ എക്സലൻ്റ് ആണ്, പക്ഷേ പേഴ്സണാലിറ്റിയിൽ മറ്റുള്ളവർ കൂടുതൽ മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് വിശാഖ് എലിമിനേറ്റഡ് ആയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിശാഖിൻ്റെ എലിമിനേഷൻ പെർഫോമൻസിൻ്റെ പേരിലല്ല, ടാസ്ക് പ്ലെയറായി സ്ട്രോങ് ആയിരുന്നെങ്കിലും ബിഗ് ബോസ് പോലൊരു ഫോർമാറ്റിൽ പേഴ്സണാലിറ്റി വിസിബിലിറ്റി കുറവായ തിരിച്ചടി ആയേക്കുമെന്നാണ് ജഡ്ജസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശാഖ് ഔട്ടായേക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഇവിടുന്ന് ഏറ്റവും അവർ ജഡ്ജസ് നൽകിയ ഒരു റീസണിങ് എന്ന് പറഞ്ഞാൽ പ്രണവിൻ്റെ കാര്യത്തിലായിരുന്നു. പ്രണവിൻ്റെ കാര്യത്തിൽ ജഡ്ജസ് പറയുന്ന കാര്യം ഇതാണ്: പ്രണവ് ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ബിഗ് ബോസിലേക്ക് വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം സിനിമയിലേക്ക് എത്തുക എന്നത് മാത്രമായി തോന്നിയെന്നും അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ സ്വന്തം പേഴ്സണാലിറ്റി പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നും അവർ വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് സിനിമയിലെത്താൻ ബിഗ് ബോസിനെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാത്രം കാണരുത് എന്ന് റിയാസ് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ പറയുന്നത് പ്രണവ് ഒരു വീക്ക് കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല, പക്ഷേ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായി തൻ്റെ ഐഡൻറ്റിറ്റി മതിയായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വന്നത് അമൃതയാണ്. അമൃതയുടെ എലിമിനേഷനിൽ അമൃത പറഞ്ഞത്, ഞാൻ സൈലൻ്റ് ആണെങ്കിൽ സൈലൻ്റ് കില്ലറാണ്, എനിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയാൽ ആ രീതിയിൽ എനിക്ക് വിജയിക്കാൻ കഴിയും എന്നൊക്കെയാണ് പറഞ്ഞത്. തനിക്ക് അവസരം കിട്ടിയപ്പോഴൊക്കെ പോയിന്റ് വ്യക്തമായി പറഞ്ഞെന്നും ഫിസിക്കൽ ടാസ്കിലും പിന്നിൽ നിന്നിട്ടില്ലെന്നും അമൃത ഡിഫെൻഡ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ ജഡ്ജസ് അവസാനം അമൃത യു ആർ എവിക്റ്റഡ് എന്ന് പ്രഖ്യാപിക്കുമായിരുന്നു. അമൃതയുടെ പ്രതികരണമാണെങ്കിൽ വളരെ കമ്പോസ്ഡ് ആയിരുന്നു. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്നാണ് ആദ്യം പറഞ്ഞത്. അടുത്തതായിട്ട് വന്നത് ശ്യാമും അളകനന്ദയായിരുന്നു. ശ്യാമിൻ്റെ കാര്യത്തിൽ ജഡ്ജസ് വളരെ ഡയറക്റ്റായി പറയുന്നുണ്ട്. ശ്യാം തുടർച്ചയായി എനിക്ക് ഇനിയും പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി ഒരു കാര്യത്തിൽ ആ ഒരു എക്സ്ക്യൂസ് പറ്റത്തില്ല. ടോപ്പ് 16-ലെത്തിയിട്ടും ഇനി ഞാൻ പ്രൂവ് ചെയ്യൂ എന്ന എക്സ്ക്യൂസ് ഇനി മതിയാവില്ല. കാരണം ബിഗ് ബോസ് ഹൗസിൽ 20-23 പേരുണ്ടാവും. അവിടെ ഒരാൾക്ക് ഒറ്റയ്ക്കിരുന്ന് തൻ്റെ പോയിന്റ് പറയാനുള്ള അവസരം കിട്ടില്ല. ഇൻ്ററപ്ഷൻസ്, ആർഗ്യുമെൻറ്റ്സ്, മൈൻഡ് ഗെയിംസ്, അതിനിടയിലും പേഴ്സണാലിറ്റിയും പുറത്തു കൊണ്ടുവരണം. ശ്യാമ ഇന്ന് സേഫ് ആണെങ്കിലും ശ്യാമിന് ഇനി ഒരു അവസരമില്ല എന്നുള്ളത് അവർ തീർത്ത് പറയുന്നുണ്ട്. ഇനി വീണ്ടും ഇവിടെ വന്നാൽ സേഫ് ആകത്തില്ല എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നത് അളകനന്ദയാണ്. അളകനന്ദയെക്കുറിച്ച് ജഡ്ജസ് പറയുന്നത്, അളകനന്ദയ്ക്ക് കഴിവുണ്ട്, സ്മാർട്ടാണ്, ലൈക്കബിളാണ്, പൊട്ടൻഷ്യലും ഉണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം ഇമ്പാക്റ്റാണ്. പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആ വാക്കുകൾക്ക് വേണ്ടത്ര വെയിറ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ലെന്നാണ് ജഡ്ജസ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വീണ്ടും അതേ തീം വരുന്നു. പൊട്ടൻഷ്യൽ മാത്രം പോരാ, അത് ഓഡിയൻസിനും ജഡ്ജസിനും വ്യക്തമായി കാണാൻ കഴിയണം. അതായത് എലിമിനേഷൻ സീക്വൻസ് നോക്കുമ്പോൾ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. ടാസ്ക് പെർഫോമൻസ് മാത്രം നോക്കുന്നില്ല, വിസിബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, പേഴ്സണാലിറ്റി, ഇമ്പാക്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ജഡ്ജസ് കണ്ടസ്റ്റൻറ്റിനെ അളക്കുന്നത്. അത് വെച്ചിട്ടാണ് എലിമിനേഷനും. ഇപ്പോൾ ഈ പോകെ നമുക്ക് തോന്നുന്നുണ്ട്, നമ്മൾക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ഇനി ഈ 12 പേരിൽ ആരായിരിക്കും ആ അകത്ത് കയറുന്ന 2 പേരായിരിക്കും? നിങ്ങൾക്ക് ആരായിരിക്കും അകത്ത് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഷോയുടെ ആ ഒരു പവർ അങ്ങോട്ട് വന്നിട്ടില്ല നമ്മുടെ അഗ്നിപരീക്ഷയ്ക്ക്. ഒരുപക്ഷെ വീക്കിലി ഇത്രയും ദിവസം ഉണ്ടെങ്കിലും അത് ഈ പാതിരാത്രിക്ക് ആയതുകൊണ്ടാവും ആരും കാണുന്നൊന്നും ഉണ്ടാവത്തില്ല, ആർക്കും അത്ര താല്പര്യമില്ല. പിന്നെ പൊതുവെ കോമണേഴ്സ് ആയതുകൊണ്ട് തന്നെ, അവർ സെലിബ്രിറ്റീസ് ആണ് ആൾക്കാർ കണ്ടേനെ, കോമണേഴ്സ് ആയതുകൊണ്ട് തന്നെ ആർക്കും അത്ര താല്പര്യമില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.